ഫെബ്രുവരി മുതൽ പശ്ചിമേഷ്യയിൽ അമേരിക്കയുമായി നേരിട്ട് ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇറാനെ സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാനും ചേർന്ന് രൂപീകരിച്ച മക്ക പ്രതിരോധ കരാറിന്റെ ഭാഗമാകാൻ ക്ഷണിച്ചതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ പാർലമെന്റ് ന്യൂസ് സർവീസ് തലവൻ മെഹ്ദി റമിദിയെ ഉദ്ധരിച്ചാണ് ഈയൊരു വാർത്ത വന്നിരിക്കുന്നത്. ക്ഷണത്തെ ഗൗരവമായി പരിഗണിക്കുന്നുവെന്നാണ് മെഹ്ദി റമിദി പറയുന്നത്. എന്നാൽ ഏത് രാജ്യമാണ് ക്ഷണം നൽകിയത് എന്ന് റമിദി വെളിപ്പെടുത്തിയിട്ടില്ല. സൗദിയോ പാകിസ്ഥാനോ തുർക്കിയോ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. ഡോക്ടർ മോഹൻ വർഗീസ്, ഈയൊരു വാർത്ത സത്യമാണ് എങ്കിൽ പശ്ചിമേഷ്യൻ മേഖലയിൽ വലിയൊരു മാറ്റത്തിനല്ലേ ഇത് വഴിയൊരുക്കാൻ പോകുന്നത്? പരമ്പരാഗതമായി അമേരിക്കയുടെ സുരക്ഷയിൽ ആശ്വാസം കണ്ടിരുന്ന പശ്ചിമേഷ്യൻ പ്രാദേശിക ശക്തികൾ ഇറാനെ ഒപ്പം കൂട്ടി സംഘർഷ ഭീഷണി തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണോ? ഇറാൻ കൂടി ഈ മക്ക കരാറിൻ്റെ ഭാഗമായാൽ അമേരിക്ക കെട്ടും കെട്ടി സ്ഥലം കാലിയാക്കുന്നതല്ലേ നല്ലത്? ആരെയാണോ സംരക്ഷിക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ അമേരിക്ക അങ്ങനെ പറഞ്ഞത്, അവർ തന്നെ ശത്രുവിന് കൈകൊടുക്കുന്ന നടപടിയാകില്ലേ ഇത്? ഇതിലൊക്കെ പ്രധാനം ഇങ്ങനെയൊരു കരാർ ശരിക്കും സാധ്യമാകുമോ എന്നതാണ്. ഇറാൻ്റെ സഖ്യകക്ഷികളായ ഹൂത്തികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനാണ് പ്രധാനമായും ഈ മക്ക സൈനിക കരാർ രൂപം കൊണ്ടത് തന്നെ. അതിൽ ഇറാനെ എങ്ങനെ ഭാഗമാക്കാൻ കഴിയും? വൈരുദ്ധ്യങ്ങളുടെ ഒരു വലിയ കൂമ്പാരം തന്നെ ഇവിടെ ദൃശ്യമാകും. മെഹ്ദി റമിദി, അദ്ദേഹം ഇറാൻ പാർലമെൻറ്റിൻ്റെ സ്പോക്സ് പേഴ്സണാണ്, അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻ്റാണ്. അദ്ദേഹത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇങ്ങനൊരു റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ ഗെറ്റ്സ് ഇൻവിറ്റേഷൻ ടു ജോയിൻ ദ മെക്ക പാക്ട്. എന്തൊരു ഞെട്ടലുണ്ടാക്കുന്ന കാര്യം. കാരണം മെക്ക പാക്ട് തന്നെ എന്തിനു വേണ്ടിയാണ് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത്? അത് സ്വല്പം ആഴത്തിൽ അതിൻ്റെ കാണാപ്പുറങ്ങളിലേക്കൊക്കെ ഒരു എപ്പിസോഡിൽ പ്രേക്ഷകരെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോയിരുന്നു. മെക്ക പാക്ട് പ്രഥമ ദൃഷ്ടിയ 3 ഇസ്ലാമിക രാജ്യങ്ങൾ, അറബി മേഖലയിലെ സൗദി അറേബ്യയും അറബ് ലോകത്തിന് പുറത്തുള്ള പാകിസ്ഥാനും തുർക്കിയും ചേർന്നുകൊണ്ട് തങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് സൗദിക്കെതിരെ വരാൻ സാധ്യതയുള്ള ത്രെട്ട്, മിലിറ്ററിസ്റ്റിക് ത്രെട്ടിനെ നള്ളിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഒരു പ്രതിരോധ ഡിറ്ററൻറ്റ് എന്ന നിലയിൽ, അതാണ് യഥാർത്ഥത്തിൽ മെക്ക പാക്ട് എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് ഏതൊരു രാജ്യത്തിനും എതിരല്ല. തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗാൻ വ്യക്തമായി പറഞ്ഞു, ഇതൊരു രാജ്യത്തിനും എതിരല്ല. ഒരു സ്വയം സുരക്ഷാ സംവിധാനം, ഇസ്ലാമിക ലോകത്തെ ഒരു സുരക്ഷാ സംവിധാനം വേണ്ടി വന്നാൽ കൂടുതൽ രാജ്യങ്ങൾ തങ്ങൾ ഇതിനുള്ളിലേക്ക് റോപ്പിൻ ചെയ്യും. ഒരുപക്ഷെ ഈജിപ്തിനെ ആയിരിക്കും ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങൾ, UAE പോലെയുള്ള അറബ് രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ ഭാവിയിൽ ഈ ഇസ്ലാമിക സഖ്യത്തിൽ ഇസ്ലാമിക നെയ്റ്റോ എന്നുകൂടി വിളിപ്പേര്, അതുപോലെ ഓമന പേരിൽ വിളിക്കുന്നതാണ്. നെയ്റ്റോയുടെ ഒരു പ്രിൻസിപ്പിളാണ് ഈ ഇസ്ലാമിക സഖ്യത്തിലും പ്രവർത്തിക്കുന്നത്. അവിടെ ഇറാനിൽ നിന്ന് സൗദി നേരിടുന്ന ഭീഷണി അത് 2 രീതിയിലാണ്. ഒന്ന് നേരിട്ട്, 2 ഇറാൻ്റെ പ്രോക്സികളിലൂടി. അത് പ്രധാനപ്പെട്ട പ്രോക്സി എന്ന് പറയുന്നത് സൗദി ഭീഷണി നേരിടുന്നത് ഹൂതികളുടെ ഭാഗത്തു നിന്നാണ്. ഇത് സൗദി അറേബ്യയുടെ തെക്കൻ ഭാഗം, പടിഞ്ഞാറൻ ഭാഗം, ചെങ്കടൽ തീരം, അവിടെയൊക്കെ ഹൂതികളുടെ സാന്നിധ്യമുണ്ട്. ഹൂതികൾ നിരന്തരമായി ഈ പറയുന്ന സൗദി റിഫൈനറീസിനെതിരെ ആക്രമണം നടത്തുന്നു. സൗദിയുടെ സാമ്പത്തിക താല്പര്യമുള്ള മേഖലകളിലേക്ക് ആക്രമണം നടത്തുന്നു. സൗദി കപ്പലുകളെ ആക്രമിക്കുന്നു. സൗദി തുറമുഖങ്ങൾ ആക്രമിക്കുന്നു. ഒരു അരാജക അവസ്ഥയാണ്. പലപ്പോഴും സൗദി അറേബ്യയുടെ വിമാനങ്ങൾ യമനുള്ളിൽ കടന്നു കയറി ഹൂതി മേഖലയിൽ, സനായിലും ഒക്കെ ബോംബിങ് നടത്തിയിട്ടുള്ളതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രഥമ ദൃഷ്ടിയ നമുക്ക് തോന്നാം, ഇറാനിൽ നിന്നും ഇറാനിയൻ പ്രോക്സികളിൽ നിന്നും സംരക്ഷണം നേടാൻ ആണവ രാജ്യമായ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ചേർത്ത് നിർത്തുന്നതിലൂടെ ഈ ഇറാൻ ഒരു താക്കീത് ഇതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത ഒരു എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചു, ആത്യന്തികമായി ഇപ്പോൾ തോന്നാം ഇറാനെതിരെയാണ് എങ്കിലും ആത്യന്തികമായി ഇസ്രയേലിനെതിരെയുള്ള അറബി ലോകത്തിൻ്റെയും ഇസ്ലാമിക ലോകത്തിൻ്റെയും ഒരു മുന്നൊരുക്കമാണ്. അമേരിക്ക ഏതെങ്കിലും കാരണവശാൽ ആ ഭാഗത്തു നിന്ന് പിന്മാറുകയാണെങ്കിൽ ഇസ്ലാമിക ലോകം ജൂത രാജ്യത്തിനെതിരെ തയ്യാറായിരിക്കണമല്ലോ, അതിനുള്ള ഒരു ഉപാധിയാണ് എന്ന നിലയിൽ ഞാൻ അഭിപ്രായപ്പെട്ടിരുന്നു. കാരണം ഇതൊക്കെ ഈ രീതിയിൽ ഇതെന്തുകൊണ്ടൊരു സഖ്യം ഉള്ള കാര്യം നേരെ അവർ പറയില്ലല്ലോ. ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നു, ചർച്ച ചെയ്യുന്നു, ഒരു സൈനിക കരാർ ഒപ്പിടുന്നു എന്നതിനുപരിയായി അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഡിഫെൻസീവ് ആണെന്ന് മാത്രമല്ലേ പറയൂ, ഒഫെൻസീവ് ആണെന്ന് പറയില്ലല്ലോ. ഡിറ്ററൻറ്റ്,
ആർക്കെതിരെയുള്ള ഡിറ്ററൻറ്റ്? ഇറാനെതിരെയാണോ ഇസ്രയേലിനെതിരെയാണോ ഈ രാജ്യങ്ങളുടെ ഡിറ്ററൻറ്റ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ റിപ്പോർട്ട് കൺഫേം ചെയ്യാമെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നു, ഈ റിപ്പോർട്ട് മെഹ്ദിയുടെ സ്റ്റേറ്റ്മെൻറ്റായി പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ വന്ന ഈ റിപ്പോർട്ട് കൺഫേം ചെയ്യാമെങ്കിൽ വലിയ ഒരു ഷിഫ്റ്റാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അവിടെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഇറാൻ അല്ല, ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഇസ്രയേലാണ്. ഇറാൻ ആത്യന്തികമായി ഇറാനെ ശത്രുപക്ഷത്ത് നിർത്താൻ സൗദി അറേബ്യയോ പാകിസ്ഥാനോ തുർക്കിയോ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം. എന്തുകൊണ്ടാണ്? ഇസ്ലാമിക ലോകത്ത് ആത്യന്തികമായി ഇസ്ലാമിക ലോകവും ജൂത രാജ്യവും തമ്മിൽ തീർച്ചയായും അവിടെ ഒരു പോരാട്ടം, ഒരു എൻഡ് ഗെയിം എന്ന നിലയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പലരും അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊരു പക്ഷേ ജൂതരാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഇസ്ലാമിക ലോകത്തെ രാജ്യങ്ങൾ ഒന്നു ചേർന്ന് മുൻകാലങ്ങളിൽ ശ്രമിച്ചതുപോലെ വീണ്ടും ശ്രമിച്ചു കൂടായികയില്ല എന്നതാണ് ഇസ്രയേലിൻ്റെ സെക്യൂരിറ്റി പെർസെപ്ഷൻ. ആ പെർസെപ്ഷൻ മാറുന്നില്ല. ബെഞ്ചമിൻ നെതന്യാഹു മാറി, മറ്റൊരു പ്രധാനമന്ത്രി ഇസ്രയേൽ വന്നാലും ജൂതരാഷ്ട്രം വളരെ ചെറുതാണ്, തീരെ ചെറുതാണ്. ഇവിടെ 1 കോടിയിൽ താഴെ മാത്രം ജനസംഖ്യയുണ്ട്, തീരെ ചെറുതാണ്. കേരളത്തിനേക്കാൾ ചെറിയ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയ ഒരു ഭൂമി ഡിഫെൻഡ് ചെയ്ത് നിർത്താൻ അതിശക്തമായ ചുറ്റുപാടുമുള്ള ഇസ്ലാമിക രാജ്യങ്ങളോട് മുട്ടം വെട്ടി ഇത്രയും കാലം നിൽക്കണമെങ്കിൽ അതിന് ചില ഡിഫൻസ് കേപ്പബിലിറ്റീസ് ഉണ്ടാവണം. അതുകൊണ്ടാണ് ന്യൂക്ലിയർ ഒരു പാത്തിലേക്ക് വന്നത്. അപ്പോൾ ആണവ ഉമ്മാക്കി എന്ന് വേണമെങ്കിൽ പറയാം, ആണവ ഉമ്മാക്കി കാട്ടി അയൽ രാജ്യങ്ങളെ എല്ലാം തന്നെ ഭയപ്പെടുത്തി നിർത്താൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട്. നൗ പാകിസ്ഥാൻ കംസ് ഇൻ ടു ദ പിക്ചർ. പാകിസ്ഥാനാണ് ഇസ്ലാമിക ലോകത്തെ ആണവ ആയുധം ഉള്ള ഏകരാജ്യം പാകിസ്ഥാനാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ കടന്നുവരവ് ഇക്വേഷൻസിനെ എല്ലാം തന്നെ മാറ്റിമറിക്കുന്നു. പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട്, പാകിസ്ഥാൻ അത്ര പ്രതിച്ഛായുള്ള രാജ്യമല്ല. പക്ഷേ തീവ്രവാദികളെ സഹായിക്കുന്ന റോഗ് നേഷൻ എന്ന് കൂടി വേണമെങ്കിൽ പറയാവുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാൻ്റെ കടന്നുവരവ് അതീവ സങ്കീർണമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഈ ഇസ്ലാമിക ലോകത്ത് തന്നെ ഒരുപാട് മൂപ്പിളമ തർക്കങ്ങളുണ്ട്. മുൻകാലങ്ങളിലും ഈജിപ്റ്റാണോ വലുത്, തുർക്കിക്കാണോ, അതോ ഇറാഖിനാണോ, അതോ സൗദിയാണോ, ഈ മൂപ്പിളമ തർക്കങ്ങളെല്ലാം എക്കാലത്തുമുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ കൂടി രംഗത്ത് വരുമ്പോൾ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാകുന്നു. പക്ഷേ ഇപ്പോൾ ഹൂ ഗിവ്സ് ദ ഇൻവിറ്റേഷൻ ടു ഇറാൻ ടു ജോയിൻ? ഇറാൻ മാത്രമാണ് മാറി നിന്നത്. മറ്റെല്ലാം ഏതാണ്ട് ഒറ്റക്കെട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. ഇറാൻ മാത്രമാണ് അമേരിക്കയുടെ മേധാവിത്വത്തെ ചങ്കുറപ്പോടെ നിന്ന് വെല്ലുവിളിച്ചത്. 1979 മുതൽ കൺസിസ്റ്റൻ്റ്ലി ഒരിക്കൽ പോലും ആ നിലപാടിൽ മയപ്പെടുത്തൽ വരുത്തിയിട്ടില്ല. ആ നിലപാടിൽ വെള്ളം ചേർക്കാതെ സ്ട്രിക്റ്റ് ആൻറ്റി അമേരിക്കനിസം, സ്ട്രിക്റ്റ് ആൻറ്റി ഇസ്രായേൽ പോളിസിയുമായി റവല്യൂഷണറി റിപ്പബ്ലിക് ഓഫ് ഇറാൻ മുന്നോട്ട് പോയി. അപ്പം അതുകൊണ്ട് ഇറാനെ കൂടി തങ്ങളുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവന്നാൽ മറ്റൊരു ഭൗമരാഷ്ട്രീയമാവും മേഖലയിൽ ഉണ്ടാവുക. ലോകരാഷ്ട്രീയം തന്നെ മാറിമറിയും. അവിടെ പിന്നെ അമേരിക്കയ്ക്ക് സ്ഥാനമില്ലാതെയാകും. എന്ത് സ്ഥാനമാണ് അമേരിക്കയ്ക്കുള്ളത്? ഇപ്പോൾ അമേരിക്ക അവിടെയുള്ള ആയുധങ്ങളും സേനകളെയും ട്രൂപ്സിനെയും താവളങ്ങളെയും നിരത്തി നിർത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇറാനിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിച്ച് നിർത്താൻ വേണ്ടിയാണ്. ഇപ്പോൾ ആക്രമണം ഉണ്ടാകുന്നതും ഇറാനിൽ നിന്നാണ്. അമേരിക്കൻ സേനാ താവളങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടാകുന്നത്. അതാണ് പാരഡൈം. ഇസ്രായേലിൽ നിന്നും ഒരു അറബ് രാജ്യത്തിന് നേരെയും ഇപ്പോൾ ആ രീതിയിൽ ആക്രമണം ഉണ്ടായില്ല. ഇപ്പോൾ സിറിയയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണം ഒഴിച്ചു നിർത്തിയാൽ ലെബനന് നേരെ ഉണ്ടാകുന്നു, അത് ഹിസ്ബുള്ള താവളങ്ങൾക്ക് നേരെയാണ്. സിറിയയിലേക്ക് ഉണ്ടാകുന്നു, അത് തുർക്കിയുടെ ഒരു കടന്നുവരവിനെ ഒരു പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന നിലയിലാണ്. അങ്ങനെയാണ് ഇസ്രായേൽ അതിനെ കാണുന്നത്, വ്യാഖ്യാനിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കതിനെ ആ രീതിയിലാണ് കാണാവുന്നത്. പക്ഷേ ഗൾഫ് GCC മേഖലയിലെ ഒരൊറ്റ രാജ്യത്തെയും ഇസ്രായേൽ ആക്രമിച്ചിട്ടില്ല എന്നോർക്കണം. പക്ഷേ ആത്യന്തികമായി അങ്ങനെ സംഭവിക്കില്ല എന്ന് ഉറപ്പ് പറയാൻ ഒരു GCC രാജ്യങ്ങൾക്കും കഴിയില്ല. അതുകൊണ്ട് ഏറ്റവും കരണീയമായ മാർഗം, ഇഫ് യു കനോട്ട് ഡിഫീറ്റ് എ പ്രോസ്പെക്റ്റീവ് എനിമി, വൈ ഡോണ്ട് യു റോപ്പ് ഇറ്റ് ഇൻ? അതിനെ ഇങ്ങനെ കൂട്ടുക. തങ്ങൾക്ക് പരാജയപ്പെടുത്താനാവില്ല എങ്കിൽ തങ്ങളെ സഹായിക്കാനായി വന്ന അമേരിക്കയ്ക്ക് ഇറാനെ പരാജയപ്പെടുത്താനാവുന്നില്ല എങ്കിൽ ഒരു വഴിയുണ്ടല്ലോ. ഇറാനുമായുള്ള വിരോധം, ഇറാനുമായുള്ള വിയോജിപ്പ്, ശത്രുത, സംശയം അവസാനിപ്പിക്കുക, തങ്ങളുടെ സൈനിക സഖ്യത്തിൽ അങ്ങോട്ട് ചേർക്കുക. എന്തൊരു ഡെഡ്ലി കോമ്പിനേഷൻ ആയിരിക്കും. പാകിസ്ഥാൻ, ഇറാൻ, സൗദി അറേബ്യ, ഈജിപ്റ്റ്, തുർക്കി, പിന്നെ ചെറിയ രാജ്യങ്ങൾ
ഗൾഫ് മേഖലയിലെ GCC രാജ്യങ്ങൾ. അങ്ങനെയെങ്കിൽ അമേരിക്കയ്ക്ക് പിന്നീട് പ്രസൻസിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ലോകരാഷ്ട്രീയം മറിയാനുള്ള സാധ്യത പലരും ആഗോള വേദികളിൽ ഇത് വൻ ചർച്ചാ വിഷയമാണ്. ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ പലപ്പോഴും ഈ കാര്യമൊന്നും കാര്യമായി ആഴത്തിൽ പരിശോധിച്ച് കണ്ടില്ല. പക്ഷേ ഗ്ലോബൽ മീഡിയ ഈ കാര്യമാണിപ്പോൾ നിലവിൽ ഏറ്റവും ട്രെൻഡിങ് ആയ വിഷയം. ദ സപ്പോസ്ഡ് അല്ലെങ്കിൽ പ്രപ്പോസ്ഡ് ഇൻവിറ്റേഷൻ ടു ഇറാന് ലഭിച്ചു എന്ന് അൺകൺഫേംഡ് ആണ്, സമ്മതിക്കുന്നു, അൺകൺഫേംഡ് ആണ്. ഇറാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ലഭിച്ചു എന്ന്. ഇറാൻ്റെ പാർലമെൻറ്റിൻ്റെ ഒരു സ്പോക്സ് പേഴ്സൺ പറഞ്ഞു എന്നേ പറയുന്നുള്ളൂ. പക്ഷെ മാധ്യമങ്ങൾ വലിയ രീതിയിലാണ് ഒരു ഹൈപ്പ് കൊടുക്കുന്നത്. അപ്പം ഹൈപ്പിന് അതീതമായി അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ ലഭിച്ചു എങ്കിൽ അതിന് സ്ഥിരീകരണം പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെയും സൗദി ഗവൺമെൻറ്റിൻ്റെയും തുർക്കി ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്തു നിന്ന് വന്നാൽ അമേരിക്ക കട്ടയും പാടവും മടക്കി തിരിച്ചു പോവുക എന്നല്ലാതെ മറ്റ് മാർഗമൊന്നുമില്ല. കാരണം അമേരിക്കയ്ക്ക് അവിടെ സ്ഥാനമില്ല. ആരും പറയേണ്ട, കണക്ക് പുറത്തൊന്നും പറയേണ്ട ആവശ്യമില്ല. അവിടെ ഒരു സ്ഥാനവും ഇല്ലാതെയാവും. ഏറ്റവും അധികം ഭീഷണി അനുഭവിക്കുന്നത് തീർച്ചയായും ഇസ്രായേലായിരിക്കും. ആണവരാജ്യമായ പാകിസ്ഥാൻ ഒരു വശത്ത് നിൽക്കുന്നു, ആണവരാജ്യമായ ഇസ്രായേൽ മറുപക്ഷത്ത് നിൽക്കുന്നു. എണ്ണം കൊണ്ട് വലിയ നമ്പറാണ്, എസിമെട്രിക്കൽ ഒരു പ്രപ്പോർഷനാണ് അവിടെ ഉള്ളത്. ഇസ്രായേൽ അവിടെ ഒറ്റപ്പെടും. അത് അമേരിക്ക എന്ത് ചെയ്യും? അങ്ങനെ ഇസ്രായേലിനെ രക്ഷിക്കാനായി അമേരിക്ക സൈനികമായി ബിൽഡപ്പുമായി വന്നാൽ എല്ലാ അറബ് രാജ്യങ്ങളുമായും ആ മേഖലയിലെ എല്ലാ ശക്തികളുമായും ഒരേപോലെ തന്നെ എതിർത്ത് നിൽക്കേണ്ടി വരും. ഒരുപക്ഷെ അമേരിക്കയ്ക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. അങ്ങനെയൊരു സാഹചര്യം ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം അത് ഹൈപ്പോത്തറ്റിക്കലാണ്. പക്ഷെ ആ സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കാം. ഒരുപക്ഷെ ഈ കേട്ട റിപ്പോർട്ട് സ്ഥിരീകരിക്കാവുന്നതാണെങ്കിൽ എങ്ങനെയാണ് റിപ്പോർട്ട് വന്നു എന്നത് ഇപ്പോഴും അചിന്ത്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ഞെട്ടിക്കുന്നത്, ഇപ്പോൾ ഇത്രയും യുദ്ധത്തിൻ്റെ വാർത്തകളെക്കാൾ കൂടുതൽ ഞെട്ടിക്കുന്നത് ഈ ബിൽഡപ്പാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഏറെ ആശങ്കാകുലരാക്കുന്ന ഒരു വാർത്ത കൂടിയാണത്. നോക്കൂ, പാകിസ്ഥാൻ ഒരു പക്ഷത്ത് നിൽക്കുന്നു. നമുക്ക് നല്ല ബന്ധമുള്ള സൗദി അറേബ്യയും മറ്റ് അറബ് രാജ്യങ്ങളും എല്ലാം ചേർന്ന് പാകിസ്ഥാനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇറാൻ ഉൾപ്പെടെ, ഇന്ത്യക്കും ഇറാനും തമ്മിലും സാമാന്യം തരക്കേടില്ലാത്ത ബന്ധമാണ്. ചബഹാറിലൊക്കെ നമ്മുടെ വലിയ നിക്ഷേപമുണ്ടല്ലോ. അവിടെ തകിടം മറി. ഇന്ത്യയുടെ വിദേശ നയം എങ്ങനെയാണ് പിന്നെ ഈ കാര്യത്തെ മനസ്സിലാക്കുന്നത്? കൂടുതൽ അമേരിക്കയോട് അടുക്കേണ്ടി വരുമോ? ഇസ്രായേൽ, ഇന്ത്യ, അമേരിക്ക ഒരു സഖ്യം ആ രീതിയിൽ രൂപപ്പെടുമോ? അറിയില്ല. വളരെ സങ്കീർണമായ സാഹചര്യമാണ്. അതുകൊണ്ട് കേട്ട റിപ്പോർട്ട് ഒരുപക്ഷെ തെറ്റായിരിക്കാം എന്ന് ഇപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു. പക്ഷേ ആ റിപ്പോർട്ട് അപഗ്രഥനം ചെയ്തില്ല എങ്കിൽ, ഇപ്പോൾ അത് അപഗ്രഥിച്ചില്ല എങ്കിൽ, ശരിക്കും പറഞ്ഞാൽ നാളുകളിൽ വലിയ വിപത്ത് വരുന്നുണ്ടെങ്കിൽ ഒരു പ്രിപ്പയർഡ്നെസ് ഉണ്ടാകണം. ഇന്ത്യൻ വിദേശ നയം പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മൾ ഒരു രാജ്യത്തിനും എതിരില്ല. ആ രീതിയിൽ പാകിസ്ഥാൻ അല്ലാതെ മറ്റൊരു രാജ്യത്തോടും പ്രത്യേകിച്ച് ഒരു കണക്ക് തീർക്കൽ ഉണ്ടാവേണ്ട കാര്യം ഇന്ത്യക്കില്ല. അവിടെ സങ്കീർണമാകും, വിദേശ നയം സങ്കീർണമായി മാറും. അത് മാത്രമല്ല, അമേരിക്ക എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ചൈന ഇക്വേഷൻസ് അവിടെ വരും. ചൈന എങ്ങനെയാണ് ഇതിനോട്? അങ്ങനെയെങ്കിൽ അമേരിക്കൻ മേധാവിത്വമുള്ള ഇന്നത്തെ ലോകക്രമം തകിടം മറിയും. ഇങ്ങനെ സംഭവിച്ചാൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് ഇതൊരു കാറ്റക്ലിസ്മിക് ചേഞ്ച് വരുമ്പോൾ, ചേഞ്ച് നല്ലതാണ്, പക്ഷേ കാറ്റക്ലിസ്മിക് ചേഞ്ച് വന്നാൽ അതെങ്ങനെയാണ് ലോകത്തെ ബാധിക്കുക? ലോക സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുക, എണ്ണയെ ബാധിക്കുക, ആഗോള ട്രേഡിനെ ബാധിക്കുക? ഇത് നമുക്ക് പ്രവചനം അതീതമാണ്. അതുകൊണ്ട് കുറേയൊക്കെ സ്റ്റേറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് പലപ്പോഴും കാരണം നമുക്ക് ഫോർസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അതേസമയം അനീതിയും അക്രമവും കടന്നുകയറ്റങ്ങളും ആവശ്യമില്ലാത്ത അമേരിക്കൻ ഇടപെടലുകളും അവസാനിക്കുകയും വേണം. പക്ഷെ അതുകൊണ്ട് ലോകക്രമം തന്നെ മാറ്റിമറിക്കാൻ പര്യാപ്തമായ, അതായത് ചൈനയും റഷ്യയും ഇറാനും അറബ് രാജ്യങ്ങളും എല്ലാം ഒരു വശത്തണിനിരക്കുന്ന അമേരിക്കൻ മേധാവിത്വം, ഏഷ്യൻ മേഖലയിൽ അമേരിക്കൻ മേധാവിത്വം നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ലോകക്രമം ഉരുത്തിരിയുന്നതിന് വേണ്ടിയുള്ള ഒരു തുടക്കമാണോ ഇറാന് ലഭിച്ചിരിക്കുന്ന ഈ ഇൻവിറ്റേഷൻ എന്ന ഒരു ചിന്ത പ്രേക്ഷകരോട് പങ്കുവെച്ചുകൊണ്ട് ഉരുത്തിരിയുന്ന ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിനുള്ള സ്ഥിരീകരണം വരും, അല്ലെങ്കിൽ നിരാകരിക്കപ്പെടും. ആ ഒരു സമയത്ത് ഞാൻ മറ്റൊരു വീഡിയോ ഇതേക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിച്ച് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താനുണ്ട്. അതുകൂടി ചെയ്തുകൊള്ളാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കട്ടെ. നമസ്കാരം.